ഹലോ. പാൻറ്റിൻ്റെ അളവ് തുണി അളവ് പാൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാൻറ്റ് കട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. പാൻറ്റ് കറക്റ്റ് അളവ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ തുണി മടക്കിയിട്ട് ഭാഗത്ത് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഈ ഒരു വര ചെരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം. ചെരിവ് വന്നാൽ അത് നമ്മുടെ പാൻറ്റിനെ മൊത്തത്തിലായിട്ട് അങ്ങ് ബാധിക്കും കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ടേക്ക് 1.5 ഇഞ്ച് എടുക്കാം. 2 ഇഞ്ച് എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം 1 ഇഞ്ച് വീതി 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും വരഞ്ഞതിന് ശേഷം ഇതും ഒരു സ്ട്രെയിറ്റ് ഇവിടുന്ന് ആ ഒരു ഡോട്ടിലൂടെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അളവിൻ്റെ പാൻറ് എടുക്കാം. ഇതിൻ്റെ മേലെ കറക്റ്റ് വെക്കാം. വെക്കുമ്പം തന്നെ ആ തുണി ചുളിവൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നേരെ വെക്കാൻ നോക്കണം കേട്ടോ. കാലിൻ്റെ ആ വണ്ണത്തിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പാൻറ്റിൻ്റെ വീതി കിട്ടത്തുള്ളൂ. ഒരു ചുരുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി കേട്ടോ. പിന്നെ പാൻറ്റ് കയറുന്നില്ല എന്നുള്ളൊരു പരാതി വരും. അതുകൊണ്ട് കറക്റ്റ് തുണി വെക്കാം. ആ അളവിൻ്റെ പാൻറ്റ് അതും വെക്കുന്നത് നമ്മൾ രണ്ടാമത് അടയാളപ്പെടുത്തിയില്ലേ 1.5 ഇഞ്ച് താഴോട്ടാക്കിയിട്ട് അവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. മേലെ നമ്മൾ അരവണ്ണം മടക്കി അടിക്കേണ്ടതാണ്. അവിടെയല്ല, അതിൻ്റെ താഴത്തെ വരയിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു പോയിൻ്റില്ലേ സീറ്റിൻ്റെ അടുത്ത് താഴെ വരുന്ന ഇവിടുന്ന് നേരെ വരക്കണം. ഈ ഒരു പാൻറ്റിൻ്റെ ഇവിടെ ഒരു മാറ്റവും കസ്റ്റമർക്ക് നമ്മൾക്ക് ഇതിൻ്റെ ഉടമക്ക് ഒരു മാറ്റം വരുത്തേണ്ടാത്തത് കൊണ്ട് തന്നെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരക്കുക. അപ്പോഴും ഞാൻ പറയുന്നു ആ പാൻറ്റ് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഉള്ളോട്ട് ചുരുങ്ങിപ്പോയാൽ പണി കിട്ടും. കറക്റ്റായിട്ട് ആ വീതി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഞാനിത് ഒന്ന് വലിച്ചു നോക്കുകയാണ് കേട്ടോ എത്രത്തോളം പോകുന്നുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് 1.5 ഇഞ്ച് നല്ല വണ്ണം സീറ്റുള്ള ആളാണെങ്കിൽ 2 ഇഞ്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ ഇതേപോലെ വരക്കുക. ഇനി നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ കറക്റ്റ് അളവിൽ ഇതേപോലെ അങ്ങ് ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് പോകട്ടോ. എൻ്റെ ലെങ്ത്ത് എത്രയാണോ അവിടെയും ഇതേപോലെ ഒരു ഡോട്ട് ഇട്ടോ. അത്ര അടയാളപ്പെടുത്തോ. ഈ പാൻറ്റിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിക്ക് നിവർത്തി വെക്കണം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് നിവർത്തി വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഈ പാൻറ്റിനെ എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് അളവിൻ്റെ പാൻറ്റ് വേണ്ട. അടുത്ത ചെയ്യേണ്ടത് ഇവിടെ ഒരു ഷേപ്പ് വരക്കാം. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ ചെരിച്ചങ്ങ് വരക്കട്ടോ. ഇനി ഇവിടെ നിന്ന് താഴോട്ട് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് വരക്കേണ്ടത്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് നേരെ ഒരു വര വരക്കാം. ഞാനിപ്പോൾ ഇവിടെ റഫായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ അങ്ങ് വരച്ച് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് എളുപ്പമെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്യാം. പിന്നെ ഇതേപോലെ കൈ കൊണ്ട് റഫായിട്ട് ചെയ്യാൻ പറ്റാത്തവർ സ്കെയിൽ എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇനി നമ്മുടെ കസ്റ്റമർ പറഞ്ഞ കാര്യം 1 ഇഞ്ച് എക്സ്ട്രാ നീളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു 1 ഇഞ്ച് ഇവിടെ അടയാളം വെക്കാം. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം കേട്ടോ. ഇതാണ് ഇനി പാൻറ്റിൻ്റെ ലെങ്ത്ത്. കാരണം അവർ പറഞ്ഞ ലെങ്ത്ത് ഇതാണ്, 1 ഇഞ്ച് എക്സ്ട്രാ വേണമെന്നുള്ളത്. ആ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തി ഇനി താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കില്ലേ, എക്സ്ട്രാ പീസൊന്നും വെക്കുന്നില്ല. ഈ ഒരു തുണി തന്നെ മടക്കി അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ എടുക്കണം. ആ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 ഭാഗത്തും അടയാളപ്പെടുത്തി നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തില്ലേ, അതിനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിലൂടെ പോയിട്ട് കട്ട് ചെയ്യാനും പാടില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് 1 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ച ആ വരയിലൂടെയാണ് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെത്തുമ്പം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ അവിടുന്ന് വളച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വളച്ചെടുക്കാം. എനിക്കത് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ ഇപ്പുറത്തെ ഭാഗത്ത് വരും. ഭാഗത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ല, അതൊന്ന് ഫില്ല് ചെയ്തു കേട്ടോ. നേരെ വരച്ചു. എന്നിട്ട് അരേൻ്റെ ഫസ്റ്റ് വരച്ച വരയിൽ കൂടെ കട്ട് ചെയ്യണം. താഴത്തെ വരയിൽ കൂടെ കട്ട് ചെയ്യരുതേ, പണി കിട്ടും കേട്ടോ. ലെങ്ത്തൊക്കെ കുറഞ്ഞ് ആകെ പ്രശ്നമാവും.
അപ്പോൾ നമ്മൾ ഏറ്റവും മേലെ അടയാളപ്പെടുത്തി ആ അളവിലോട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഈ ക്യാമറ സൈഡിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുണീനെ ഒന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈന് ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സീറ്റ് അധികമുള്ള ആളാണെങ്കിൽ 2 എടുക്കണം, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവാനും അവർക്കൊരു കംഫർട്ടബിൾ ആവില്ല. പിന്നെ സെൻറ്റർ പെട്ടെന്ന് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അരേൻ്റെ ഭാഗത്ത് നമ്മൾ 1.5 താത്തി വെച്ചില്ലേ, അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കാം. ഏറ്റവും പാൻറ്റിൻ്റെ താഴത്തെ ഭാഗത്തും നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അവിടെ ഇങ്ങനെ വിട്ടിടും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എലാസ്റ്റിക് എടുക്കാം. അളവിൻ്റെ പാൻറ്റിനേക്കാളും ആദ്യം ഇതേപോലെ അളവിൻ്റെ പാൻറ്റിന് എലാസ്റ്റിക് വലിക്കാതെ എടുക്കാം. അതിന് 2 ആക്കി മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ എലാസ്റ്റിക് അത്ര ഫ്ലെക്സിബിൾ അല്ല, ഒരു മസിൽ കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 1 ഇഞ്ചാണ് ഞാൻ മൈനസ് ചെയ്യുന്നത്. നോർമലി 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ. എളുപ്പമല്ലേ? നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് നല്ല ഫ്ലെക്സിബിൾ ആണെങ്കിൽ 2 ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.